ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കണം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു റിപ്പ് ഫെസ്റ്റ് പ്രോഗ്രാമിലേക്കാണ് പോയിരിക്കുന്നത്. ഇത് വർഷത്തിൽ 3 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ആൾക്കാർക്ക് ഇതിൻ്റെ ഭയങ്കര ക്രേസാണ്. ഒരു പാർക്ക്, വലിയൊരു പാർക്ക് മൊത്തം ഇത് റിലേറ്റഡ് ആയിരിക്കും. നാട്ടിലത്തെ ഒരു എക്സിബിഷൻ പോലെയുള്ള സ്റ്റോൾസും ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് കാണാം. കൊണ്ട് ആൾക്ക് എന്തും വേണമെങ്കിൽ ഇതിൽ വരയ്ക്കാമെന്നാണ് പറയണേ. ജസ്റ്റ് 3 minutes. അപ്പോൾ ഇത് റിപ്പ് ഫെസ്റ്റിൻ്റെ ഓരോരോ സ്റ്റോൾസാണ്. അപ്പോൾ ഓരോരോ സ്റ്റോളിൽ അവരുടെ കമ്പനി വക അല്ലെങ്കിൽ ആ സ്റ്റോളിൻ്റെ വകയാണ് റിപ്സ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഏതാണ് താല്പര്യം അതിൽ പോയിട്ട് ക്യൂ നിൽക്കാം, എന്നിട്ട് നമുക്ക് മേടിക്കാം. അപ്പോൾ ഇത് ഇവരിത് എക്സിബിഷനിലേക്ക് എന്താ കയറേണ്ടേയുള്ള രീതിയിലാണ്. ഷാമിയും ചിക്കും മൊത്തത്തിലെല്ലാം എക്സിബിഷനിൽ കയറുന്നുണ്ട്, പക്ഷെ ഒന്നും മേടിക്കണമൊന്നുമില്ല, എല്ലാം പോയിട്ട് നോക്കുന്നുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഇതിൽ ഏത് സ്റ്റോളിലാണ് ക്യൂ നിൽക്കേണ്ടതെന്ന് നോക്കാമായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് എത്ര ടൈം വരെ നിൽക്കേണ്ടി വരും എന്ന് വെച്ചിട്ട് ഞാനിതിൽ ഏതാ ഡിസൈഡ് ചെയ്യുന്നത് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ലാസ്റ്റ് ഇയർ വന്നപ്പോൾ ഞാൻ ഇതിനൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പിടിക്കുമോ എന്നറിയില്ല. പക്ഷേ ഈ വട്ടം വന്നപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും നമുക്കൊന്ന് മേടിച്ച് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം എന്താ ഈ സംഭവം എന്ന്. അപ്പോൾ റിപ്പ് ഫെസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർക്കിൻ്റെ റിബും പിന്നെ ബീഫിൻ്റെ റിബ് ഉണ്ടോ അങ്ങനത്തെ റിബ്സും പിന്നെ ചിക്കനും ഇവരിത് ഗ്രില്ല് ചെയ്ത് തരുന്ന പോലെ പിന്നെ ഇവരെ ബാർബിക്യൂ സോസും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ 2 തരത്തിലുണ്ട്. റിബ്സ് മാത്രമായിട്ടും കിട്ടും, അല്ലെങ്കിൽ പുൾ പോക്കായിട്ടും കിട്ടും. പുൾ പോക്ക് എന്ന് പറയുന്നത് മിക്സായിട്ട് സോസുകളുടെ കൂടെയാണ്. അപ്പോൾ എന്തായാലും അത് രണ്ടും മേടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്താ വെച്ചാൽ റിബ് നമുക്കറിയാം ഒരു ഗ്രില്ല് ചെയ്തതിനെ പോലെ അല്ലെങ്കിൽ ചുട്ടെടുക്കുന്ന പോലെ സംഭവമാണ് ചെയ്ത് തരുന്നത്. പുൾ പോക്ക് ഞാൻ കേട്ടിട്ടുള്ളൂ, എന്താ സംഭവം എന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും അത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലാസ്റ്റ് ക്യൂ നിന്നു. എന്തായാലും ഇവിടെ വന്നതല്ല, അപ്പം എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം. ഇന്നത്തെ ദിവസമാണ് തിരിച്ചുകളിൽ ഇത്ര ആൾക്കാർ ഇവിടെ പ്രായമായ ആൾക്കാർ അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുള്ളൂ. പക്ഷെ ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട്. അങ്ങനെ വെച്ച് വന്നിട്ട് കളിക്കായിരിക്കും നാളെ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ടെന്നുണ്ട്. ഞാനൊരു കാര്യം മറന്നു, ഞങ്ങൾ സ്ലഷി വാങ്ങിച്ചു, പക്ഷെ വീട് എടുക്കാൻ മറന്നു പോയി. ഞാൻ വാട്ടർമെലനും ഓറഞ്ചാണ് വാങ്ങിച്ചത്. ചെറിയ ഓറഞ്ച്. ആ ഷാമേൻ്റെ അതാ വാങ്ങിച്ചത്. ഷാമേൻ്റെ അടത്തേക്ക് വാങ്ങിച്ചൊന്നും അമ്മേനെ കാണാനല്ലേ കേസ്. ശരിക്കും കാണാനില്ല അമ്മേനെ. കറക്റ്റ് ടൈമിലാണ് നമ്മൾ വീടെടുക്കാം.
അപ്പൊ ഞങ്ങൾ മേടിച്ചതാണ്. ക്ലീൻ ചെയ്യാൻ തോന്നുന്നു. ഞാൻ പരമാവധി അവിടെ തന്നെ സംസാരിക്കാൻ നോക്കി, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മ്യൂസിക് കൺസേർട്ട് നടക്കുന്ന കാരണം ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അതിന് ശേഷം എന്താ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാൻ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റിബും മേടിച്ചിട്ടുണ്ട്, പിന്നെ പുൾപോക്ക് എന്ന് പറഞ്ഞ സംഭവം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പുൾപോക്ക് എന്ന് പറയുന്നത് കുറച്ച് സ്വീറ്റാണ്. എന്താ വെച്ചാൽ ബാർബിക്യൂ സോസ് ആയതുകൊണ്ടാണ്. റിബ് എനിക്ക് കുഴപ്പമില്ലാത്ത ടേസ്റ്റായിട്ട് തോന്നി. പുൾപോക്ക് നല്ല ടേസ്റ്റാണ്. എന്താ വെച്ചാൽ ബാർബിക്യൂ സ്വീറ്റ് ആയിട്ടിരിക്കും. നമ്മുടെ നാട്ടിലുള്ള പോർക്ക് ഇങ്ങനെ എരിവ് അങ്ങനത്തെ അല്ല. ഇത് എന്താ പറയുക, ബാർബിക്യൂ സോസ് എന്ന് പറയുമ്പോൾ മധുരമുള്ള ഒരു സോസാണ്. അപ്പോൾ കുഴപ്പമില്ല, രണ്ടും കുഴപ്പമില്ല. എല്ലാവരും അതിൽ നിന്ന് കഴിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഓക്കെ എന്ന് പറഞ്ഞു. അല്ലാണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ നല്ല ഇറച്ചിക്കറി അങ്ങനെയൊന്നും പറയാനില്ല, ഓക്കെയാണ്, അത്ര തന്നെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കഴിച്ചു, കുറച്ച് നേരം മ്യൂസിക്കൊക്കെ കണ്ട് കേട്ട് ഇരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളത് വീട്ടിൽ കൊണ്ടുവന്നു വെച്ചാൽ എന്താ വെച്ചാൽ അതങ്ങനെ ഫുള്ളായിട്ട് ഇരുന്ന് കഴിക്കാനൊന്നും തോന്നിയില്ല. കുറച്ച് കഴിച്ചു, എന്നിട്ട് കഴിഞ്ഞ് ബാക്കി നമുക്ക് വീട്ടിലുണ്ട്. അപ്പോൾ എക്സിറ്റ് എവിടെയാണ് നോക്കി നടക്കാമെന്ന് അങ്ങനെ എക്സിറ്റ് കണ്ടു. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാം വിചാരിച്ചു. അപ്പോൾ ഇതിന് എൻട്രി വേറെ വഴിയും എക്സിറ്റ് വേറെ വഴിയും ആയിരുന്നു. എന്താ വെച്ചാൽ സെക്യൂരിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് ഫോളോ ചെയ്തിട്ട് വേണം അവിടെ അവിടുത്തെ രീതിയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ഗൈസ് ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ഇറ്റ്സ് മീ ശിൽപ സൈനിങ് ഓഫ്. It's me signing off at Pika. Yes.